ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. കാരണം ഞങ്ങൾ മോഹിനിയാട്ടം കളിക്കുന്ന 3 ആളുകളാണ് ഗൈസ് ഇത്. അതായത് നമുക്ക് ഇന്നൊരു ഭാഗ്യവശാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടല്ല. ദേവു ചേച്ചിയാണ് കേട്ടോ. ഇത് ദേവു ചേച്ചി, ആശ് ചേച്ചി, പിന്നെ 2 ആൾക്കാരുണ്ട്. ഒരാൾ ഇവിടെ ഇല്ല, എന്താ പറയാ, ആള് ഇവിടെ പോയത് ആർദ്ര, പിന്നെ ദിവ്യ ചേച്ചി. എന്താ അങ്ങനെ നമ്മൾ പോണത് നമ്മള് എവിടെയാണ് അമ്പലം? ആലൂരല്ലേ, പാലക്കാട് ജില്ലയിലെ തൃത്താലക്കടുത്ത് ആലൂര് എന്ന് പറയണ ഒരു അവിടെ ചാമുണ്ടിക്കാവല്ലേ ദേവി ചേച്ചി, അവിടെ ആ അമ്പലത്തില് വൈശാഖമേള നടക്കുന്നുണ്ട്. അതായത് അമ്പലം ഞങ്ങള് നോക്കി പോവാണ്. അപ്പൊ അവിടെ നമ്മളുടെ ടീച്ചർ ശിവശൈലം കോടനാട് എന്നാണ് ഞങ്ങളുടെ ഡാൻസ് പഠിക്കുന്ന ഇതിൻ്റെ ഒരു പേര്. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇങ്ങനെ കളിക്കാന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ദൈവം സഹായിച്ച് ഞങ്ങൾക്കൊരു അവസരം കൂടെ കിട്ടി. അപ്പോൾ കളിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിത് അമ്പലത്തിലേക്ക് തിരിയാണ്. വഴി കുറച്ചൊന്നും കിട്ടിയില്ല ചേച്ചി, കുറച്ച് അത്. അങ്ങനെ നമ്മൾ എത്തി. ഇതാണ് ശ്രീ ചാമുണ്ടിക്കാവ് ഭഗവതി ക്ഷേത്രമാണ്. വളരെ പ്രസിദ്ധമാണ് ഇവിടെ ഈ ഒരു അമ്പലം. നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയറിയാം, ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള അമ്പലമാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ദിവസത്തെ പരിപാടിയാണ് തോന്നുന്നല്ലേ ഈ വൈശാഖമേള ദേവി ചേച്ചി. അപ്പോൾ കണ്ട നല്ല പരിപാടിയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഓരോ പരിപാടികളായിട്ട് ഇവിടെ ഉണ്ടായിരിക്കും. ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മളൊന്ന് അമ്പലത്തിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി തൊഴുതു. അപ്പോൾ അവിടെ വൈശാഖമേളയോടനുബന്ധിച്ചിട്ട് അമ്പലത്തിൽ ഭക്തി പ്രഭാഷണം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ നമ്മുടെ ഡാൻസ് ക്ലാസ്സിലേക്ക് നടക്കുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ചമ്മിണിക്കാവ് എന്നാണ് കേട്ടോ ഈ അമ്പലം അറിയപ്പെടുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ക്ലാസ്സിലെത്തി. അപ്പോൾ അവിടെ ടീച്ചറും ബാക്കി സ്റ്റുഡൻസൊക്കെ തകൃതിയായ ഡാൻസ് പ്രാക്ടീസിലാണ്. സെമി ക്ലാസിക്കലും അതുപോലെ ഭരതനാട്യത്തിൻ്റെ ഒക്കെ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ നമ്മുടെ ഐറ്റത്തിലേക്ക് കിടക്കുകയാണ്, നമ്മുടെ മോഹിനിയാട്ടത്തിലേക്ക്. അപ്പോൾ ടീച്ചറുടെ കയ്യിൽ നിന്ന് മിക്കവാറും ഞങ്ങൾക്ക് അടി കിട്ടുമോ എന്നുള്ള ഒരു പേടിയിലാണ്. കാരണം കുറേ ദിവസമായില്ലേ കളിച്ചിട്ട്, ഒന്നും അറിയില്ലല്ലോ. പിന്നെ എൻ്റെ ഒരു തീരുമാനം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇതിലില്ലാന്ന് വെച്ച് നിന്നതാണ്. അപ്പോൾ ടീച്ചർ പെട്ടെന്ന് വിളിച്ച് പറയുകയാണ്, ഒരാൾക്ക് പീരീഡ്സ് ആയതുകൊണ്ട് ദിവ്യ ചേച്ചിക്ക് പറ്റാതെ വന്നുകൊണ്ടാണ് പെട്ടെന്ന് ഞാനതിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ദൈവം സഹായിച്ച് നമുക്കൊരു ഭാഗ്യം കിട്ടി എന്ന് വേണം പറയാൻ. അപ്പോൾ അതാ നമ്മളിവിടെ ഹെയറിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. ടീച്ചർ പറഞ്ഞു നമുക്ക് ഉച്ച കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സമയം പോവും. 7:30ക്കാണ്, വൈകുന്നേരം 7 മണി 7:30യുടെ ഉള്ളിലായിട്ടാണ് നമുക്ക് കളിയുള്ളത്. അപ്പോൾ നമുക്ക് ഹെയറൊക്കെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ടീച്ചർ ഭരതനാട്യത്തിൻ്റെയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മോഹിനിയാട്ടത്തിലേക്ക് കടന്നു. അങ്ങനെ ഹെയറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ സമയത്ത് നമ്മുടെ മുഖം കാണുമ്പോൾ വളരെ കോമഡി ആയിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് നല്ല എന്താ പറയുക, ഫോർഹെഡ് ഉണ്ട്. അപ്പോൾ ഇതൊരിക്കലും കെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഹെയർ കെട്ടിയിട്ട് തന്നെയാണ് കേട്ടോ പോയത്. 1 മണിക്ക് അമ്പലത്തിൽ ഫുഡ് ഉണ്ടായിരുന്നു. നല്ല ചൂട് സാമ്പാർ, മത്തങ്ങെലിശ്ശേരി, അച്ചിങ്ങപ്പയർ, പപ്പടം. പിന്നെ അമ്പലത്തിലെ ഫുഡിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. അപ്പോൾ സ്നേഹം ഇരുന്ന് ചിരിക്കുന്നുണ്ട്. നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ തിരിച്ചെത്തിയതിനു ശേഷം നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ടീച്ചറും ടീച്ചറുടെ ഹസ്ബൻഡും കൂടെ തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത്. അങ്ങനെ ആദ്യം തന്നെ ഭരതനാട്യം ചെയ്യുന്ന കുട്ടികളുടെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സ്റ്റെപ്പായിട്ടാണല്ലോ മേക്കപ്പ് പോകുന്നത്. ആദ്യം ഫൗണ്ടേഷൻ ഇടുക, അങ്ങനെ ഒരു ഓർണമെൻറ്റ്സ് ഡ്രസ്സ് ചെയ്യുക, അങ്ങനെയായിട്ട് മേക്കപ്പ് നീണ്ടു പോകുന്നുണ്ട്. അപ്പോൾ നമുക്കും മേക്കപ്പ് ചെയ്തതിന് ശേഷം കാണാം. അങ്ങനെ ഫൈനലി നമ്മളിതാ മോഹിനിയാട്ടത്തിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഏകദേശം നമ്മൾ സെറ്റായി. ഇനി തമ്മിൽ ചോദിക്കുകയാണ്, ഓക്കെ ഇറക്കമൊക്കെ പാകമാണോ, ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇനി നമുക്ക് ലാസ്റ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ളൂ. ഫൈനലി നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാൻ പോവുകയാണ്. ലിപ്സ്റ്റിക്ക് പിന്നെ ഒന്ന് ടച്ചപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്.
മതി മതി മതി. നമ്മുടെ ഡാൻസിൻ്റെ മേക്കപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഈ ഒരു അൾട്ട ചെയ്യൽ നമ്മുടെ കയ്യിലും കാലിലും. അപ്പോൾ നമ്മുടെ മോഹിനിയാട്ടത്തിൻ്റെ ഡ്രസ്സായതുകൊണ്ട് നമ്മൾ കാലിൽ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. കയ്യിൽ നമ്മൾ മൈലാഞ്ചി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് മൈലാഞ്ചി ബാക്കി വന്നപ്പോൾ ഞങ്ങൾ ബാക്കി കാലിലും കൂടെ ഞങ്ങളുടെ ഒരു കലാസൃഷ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അതിന് പുറമെ നമ്മൾ കാലിലും കൂടെ ഭരതനാട്യം ചെയ്യുന്ന പിള്ളേർ നമുക്ക് ഇട്ടിരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റായി. ഇനി നമുക്ക് സ്റ്റേജിൽ കയറി കളിച്ചാൽ മാത്രം മതി. അപ്പോൾ അതാ എല്ലാവരും സെറ്റായിട്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങിയിട്ട് കണ്ടാലോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഗൈസ് ഇപ്പോൾ ദാ സമയം 6:30 നമ്മൾ സ്റ്റേജിൽ കയറാൻ പോവുകയാണ്. ഇവിടെ ആലൂർ ചാമുണ്ടിക്കാവ് ദേവീക്ഷേത്രത്തിലാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ബ്ലെസ്സിങ്സ് വേണം. നമ്മൾ കയറാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റേജിൽ കയറിയിട്ട് കാണാം. അങ്ങനെ നമ്മളെല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ കവാടല്ലേ, അതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ ബിൽഡിംഗ് കേട്ടോ. ശിവശൈലം കോടനാട് എന്നാണ് പേര്. അപ്പോൾ അതാ ടീച്ചറും നമ്മളൊക്കെ നല്ല ചില്ലായിട്ടാണ് പോകുന്നത്. അപ്പോൾ ടീച്ചർ പറയാണ് നമ്മൾ എന്നത്തിനേക്കാൾ കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങി. സാധാരണ ഒരു ഹറിബറി ഉണ്ടാവുക മേക്കപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതാ ഈ അമ്പലത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് നല്ലൊരു സ്ഥലമാണ്, ഇങ്ങനെ പച്ചപ്പായിട്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്നിട്ട് എല്ലാവർക്കും ഫോട്ടോസും വീഡിയോസും റീൽസും എനിക്ക് വ്ളോഗും എല്ലാം എടുക്കാൻ കഴിഞ്ഞു. കാരണം അത് നമുക്ക് ആ ഒരു ഹറിബറി ടൈമാണെങ്കിൽ നമുക്കതിനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല സ്വസ്ഥമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി. എന്നിട്ട് നമ്മളിതാ ഈ ഒരു സമയം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നുള്ളൂ. നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ കഴിച്ചതിന് ശേഷം നന്നായിട്ട് നമ്മൾ ദൈവത്തെ പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു അനുഗ്രഹം നമുക്ക് എപ്പോഴും വേണമല്ലേ. എന്ത് കാര്യത്തിനും മുന്നോടിയായിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു ഗുരുത്വം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഉണ്ടായാൽ മാത്രമേ അത് ഭംഗിയായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ ഇതാ ടീച്ചർ നമുക്ക് ചിലങ്കയൊക്കെ കെട്ടിത്തന്നു. നമ്മൾ ദക്ഷിണയൊക്കെ കൊടുത്തു. അങ്ങനെ പിന്നെ എല്ലാവരും കുറച്ചൊക്കെ ടെൻഷനൊക്കെ വരാൻ തുടങ്ങി സമയമായപ്പോൾ. ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിലൊരു ഭാഗമാണ് കേട്ടോ. അപ്പം അത് ഏട്ടനൊന്നും എടുത്തതാണ്. പിന്നെ നമുക്കത് ഉള്ളിൽ കയറാൻ പറ്റില്ല, മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്. പിന്നെ പിള്ളേരൊക്കെ ഇതാ ഡാൻസ് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാണ്. ഇനി നമുക്ക് സ്റ്റേജിൽ കാണാം. അപ്പോൾ ഇതാ ഓരോ ഡാൻസായിട്ട് തുടങ്ങി. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കണ്ടുവായോ.
ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചെറിയൊരു ഉപഹാരം ഉണ്ടായിരുന്നു. അപ്പോൾ വളരെയധികം സന്തോഷമായിട്ടോ നമുക്കത് കിട്ടിയപ്പോൾ ടീച്ചർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വളരെ സന്തോഷമായിട്ട്